ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ലോസ് ആഞ്ചലസിൽ ICE നടത്തിയ റെയ്ഡുകൾ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. നഗരത്തിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ നടന്നു. പോലീസുമായി പലയിടത്തും സംഘർഷങ്ങളുണ്ടായി. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഫാഷൻ ഡിസ്ട്രിക്റ്റിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഇവിടെയുള്ള ഒരു വസ്ത്ര മൊത്തവ്യാപാര സ്ഥാപനത്തിൽ ICE ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. വെസ്റ്റ് ലേക്കിലെ ഹോം ഡിപ്പോ, ഫാഷൻ ഡിസ്ട്രിക്റ്റിലെ അറ്റ്മോസ്ഫിയർ അപ്പാരൽ, സൗത്ത് ലോസ് ആഞ്ചലസിലെ വസ്ത്ര ഗോഡൌൺ എന്നിവിടങ്ങളിലാണ് ഫെഡറൽ ഏജന്റുമാർ തിരച്ചിൽ നടത്തിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് തൊഴിലാളികളെ നിയമിക്കുന്നു എന്നാരോപിച്ച് ചില തൊഴിലുടമകൾക്കെതിരെയായിരുന്നു പ്രധാനമായും റെയ്ഡ്. എന്നാൽ കൃത്യമായ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അറ്റ്മോസ്ഫിയർ അപ്പാരലിൽ കവചിത വാഹനങ്ങളിൽ ടാക്ടിക്കൽ ഗിയറുകളും കാമഫ്ലേജ് യൂണിഫോമുകളും ധരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ മഞ്ഞ പോലീസ് സ്റ്റെപ്പ് ഉപയോഗിച്ച് പ്രദേശം വളഞ്ഞു. ശേഷം ആളുകളെ വാനുകളിൽ കയറ്റിക്കൊണ്ടുപോയി. ഹോം ഡിപ്പോയിലും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു. പാർക്കിംഗ് സ്ഥലത്ത് ആളുകളെ പിന്തുടർന്ന് പിടികൂടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നിരവധി ജീവനക്കാരെ അവർ കസ്റ്റഡിയിലെടുത്തു. ഇത് പ്രതിഷേധത്തിന് കാരണമായി. പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം ആളുകൾ അവിടെ ഒത്തുകൂടി പ്രതിഷേധിച്ചു. ആളുകളുടെ വികാരങ്ങൾ അണപൊട്ടിയൊഴുകി. പ്രതിഷേധക്കാർ പല തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇവർ ഫാസിസ്റ്റുകളാണ് എന്ന് ചിലർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ലോസ് ആഞ്ചലസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പ്രതിഷേധക്കാരെ പിടിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും പെപ്പർ സ്പ്രേയും ശബ്ദമുണ്ടാക്കുന്ന ഗ്രനേഡുകളും ഉപയോഗിച്ചു. അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോകാൻ ഇതുവഴി ഒരുക്കി കൊടുത്തു. വൈകുന്നേരം 4 മണിയോടെ നൂറുകണക്കിന് ആളുകൾ ലോസ് ആഞ്ചലസ് ഫെഡറൽ കെട്ടിടത്തിന് മുന്നിൽ ഒത്തുകൂടി. റെയ്ഡുകൾ അവസാനിപ്പിക്കണമെന്നും SEIU കാലിഫോർണിയ പ്രസിഡന്റ് ഡേവിഡ് ഹുവേർട്ടയെ മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. യൂണിയൻ നേതാവിനെ റെയ്ഡിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ പരിക്കുകളോടെ അറസ്റ്റ് ചെയ്തു എന്ന് യൂണിയൻ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. രാത്രിയോടെ ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കലാപം നിയന്ത്രിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് അയച്ചു. അവർ ഹെൽമെറ്റ്സ് ധരിച്ചു. ബാറ്റണുകളും ടിയർ ഗ്യാസ് ലോഞ്ചേഴ്സും ആയി തെരുവിലിറങ്ങി. പ്രതിഷേധക്കാർ കല്ലെറുകയും കോടതികളിൽ ചായം പൂശുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് നിയമവിരുദ്ധമായി സംഘം ചേർന്നതിന് കേസെടുത്തു. പോലീസ് പ്രതിഷേധക്കാരെ പിടിച്ചുവിടാൻ കണ്ണീർവാതകവും ഫ്ലാഷ് ബാങ്ക് റൗണ്ട്സും പെപ്പർ സ്പ്രേയും ഉപയോഗിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമെന്ന് കണ്ടപ്പോൾ പോലീസ് ബലം ഉപയോഗിച്ചു. ഈ കുടിയേറ്റക്കാരെ പിടികൂടുന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ക്രമസമാധാനം നിലനിർത്താൻ മാത്രമാണ് തങ്ങൾ എത്തിയതെന്നും ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ICE വക്താവ് യാസ്മിൻ പിറ്റ്സ് ഒക്കീഫെ പറഞ്ഞത് ലോസ് ആഞ്ചലസിലെ 3 പ്രധാന സ്ഥലങ്ങളിൽ 4 ഫെഡറൽ സെർച്ച് വാറന്റുകൾ നടപ്പിലാക്കിയെന്നാണ്. ട്രംപിന്റെ ഭരണകൂടം രാജ്യവ്യാപകമായി നാടുകടത്തലുകൾ കൂട്ടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ലോസ് ആഞ്ചലസ് ഓപ്പറേഷൻ. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ വലിയ രീതിയിൽ പുറത്താക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസ് സഹായി സ്റ്റീഫൻ മില്ലർ ICEയോട് ദിവസവും 3000 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ റെയ്ഡുകളെ ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസും ഗവർണർ ഗാവിൻ ന്യൂസോമും ശക്തമായി അപലപിച്ചു. ഇത് ക്രൂരവും അരാജകത്വപരവുമാണെന്നും ഞങ്ങളുടെ സമൂഹത്തിൽ ഭയം വിതക്കുന്നുവെന്നും മേയർ ബാസ് അഭിപ്രായപ്പെട്ടു. പൊതുസുരക്ഷയേക്കാൾ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതിനാണ് ട്രംപ് ഭരണകൂടം മുൻഗണന നൽകുന്നത് എന്ന് ഗവർണർ ന്യൂസോം കുറ്റപ്പെടുത്തി. ലോസ് ആഞ്ചലസ് ഒരു കുടിയേറ്റ സൗഹൃദ നഗരമാണെന്ന് സിറ്റി കൗൺസിലിലെ 15 അംഗങ്ങളും ഒരുമിച്ച് പ്രഖ്യാപിച്ചു. അതേസമയം ഫെഡറൽ അധികൃതർ ഈ റെയ്ഡുകൾ നിയമപരവും അത്യാവശ്യവുമാണെന്നാണ് വാദിക്കുന്നത്. കുടിയേറ്റ നിയമം നടപ്പാക്കുന്നതിൽ ഫെഡറൽ ഗവൺമെന്റിനാണ് കൂടുതൽ അധികാരമെന്ന് വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് സ്റ്റീഫൻ മില്ലർ മേയർ ബാസിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. അപകടകാരികളായ ക്രിമിനലുകളെ ലക്ഷ്യമിട്ടാണ് റെയ്ഡ് നടത്തുന്നതെന്ന് ICE ഡയറക്ടർ ടോഡ് ലിയോൺസ് ആവർത്തിച്ചു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിൽ ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശക്തമായി ഇടപെട്ടില്ലെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കുറ്റപ്പെടുത്തി. ഈ റെയ്ഡുകൾ കുടിയേറ്റ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത രക്ഷിതാക്കളും സ്ഥിരതാമസക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പലരും ആരോപിക്കുന്നു. ഇത് കുറ്റവാളികളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന ഫെഡറൽ വാദത്തെ ചോദ്യം ചെയ്യുന്നതാണിത്. 18 വയസ്സുള്ള കറ്റിന ഗാർസിയെ പോലെയുള്ളവർക്ക് തങ്ങളുടെ ബന്ധുക്കളെക്കുറിച്ച് അറിയാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നത് ഈ റെയ്ഡുകൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. കൊലിഷൻ ഫോർ ഹ്യൂമൻ ഇമിഗ്രന്റ് റൈറ്റ്സ് എന്ന സംഘടനയുടെ ഹോട്ട്ലൈനിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ഇനിയും റെയ്ഡുകൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് പല കുടിയേറ്റക്കാരും.